മനസാക്ഷി മരവിക്കുവാൻ അനുവദിക്കരുത്. മനസാക്ഷി സജീവമായിരുന്നാൽ പല അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ചിന്തിക്കാം. ഒരു മനസാക്ഷിയുമില്ലാതാണല്ലോ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞു കേൾക്കാറില്ലേ? എന്താണ് ഈ മനസാക്ഷി? ആരോ ഒരാൾ പറഞ്ഞു, മനസാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഹൃദയത്തിനകത്ത് വെച്ചിരിക്കുന്ന ഒരു പൽചക്രം പോലെയാകുന്നു എന്ന്. ആരും നിങ്ങളുടെ ഡോക്ടറോട് പറഞ്ഞ് ആ ചക്രം എടുക്കാൻ ശ്രമിക്കേണ്ട കേട്ടോ. ഏതായാലും നാം എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഈ ചക്രം കറങ്ങും. മൂർച്ചയുള്ള പല്ലുകൾ ഉള്ളതിനാൽ അത് ഹൃദയഭിത്തിയിൽ തട്ടി ഹൃദയം വേദനിക്കും പോലും. അന്നേരം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറും. എന്നാൽ ചിലരുടെ ഹൃദയത്തിലെ ഈ പൽചക്രം കറങ്ങി ഇപ്പം പല്ലില്ലാത്ത ചക്രമായി കഴിഞ്ഞു. ആയതിനാൽ എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും ഹൃദയം വേദനിക്കില്ല പോലും. ആരുടെയോ ഭാവനയാകുന്നെങ്കിൽ തന്നെ അതിൽ കാര്യമില്ലാതില്ല. തെറ്റേതോ ശരിയേതോ എന്ന് വ്യക്തമായി അറിയാൻ പാടില്ലാത്ത അവസരങ്ങളിൽ നമ്മുടെ ഹൃദയം പറയുന്നു ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന്. മനസാക്ഷിയെ ശരിയായ പ്രമാണങ്ങളിൽ കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ തെറ്റും ശരിയും തിരിച്ചറിയുവാൻ അതിന് കഴിയൂ. തെറ്റ് തന്നെ മനസ്സിലേക്ക് തള്ളിക്കയറ്റിക്കൊണ്ടിരുന്നാൽ മനസാക്ഷി അവിടെ പ്രയോജനപ്പെടില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ വചനം എത്രമാത്രമുണ്ടോ അത്രമാത്രം മനസാക്ഷി ഭംഗിയായി പ്രവർത്തിക്കും. ചില രംഗങ്ങളിൽ തെറ്റും ശരിയും തിരിച്ചറിയുവാൻ പ്രയാസമായി വരുമ്പോൾ പോലും മനസാക്ഷി പറയുന്നത് ശരിയായിരിക്കും എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. എൻ്റെ അഭിപ്രായങ്ങൾ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ, വേറൊരാളുടെ സ്വാതന്ത്ര്യം ഹനിക്കുവാനോ ഒരു ദൈവവൈതലിൻ്റെ മനസാക്ഷി അനുവദിക്കില്ല. എൻ്റെ അഭിപ്രായങ്ങൾ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ, വേറൊരാളുടെ സ്വാതന്ത്ര്യം ഹനിക്കുവാൻ ഒരു ദൈവവൈതലിൻ്റെ മനസാക്ഷി അനുവദിക്കില്ല. മറ്റുള്ളവരെ തിരുത്താം, പക്ഷേ അവരുടെ ചിന്താഗതി കൂടി മനസ്സിലാക്കിയിട്ട് വേണം തിരുത്താൻ. റോമാലേഖനം 14-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് സംസാരിക്കുന്ന സംശയനീയമായ കാര്യങ്ങളിൽ നമ്മുടെ നിലപാടിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. റോമാലേഖനം 14-ാം അധ്യായം എടുത്താട്ട് അതിൻ്റെ 5-ാം വാക്യം വരെ നാം ഒരുമിച്ച് പഠിച്ചതായിരുന്നു. ഇന്ന് 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. റോമാലേഖനം 14-ാം അധ്യായം 6 മുതൽ 12 വരെ. തുടർന്ന് 14-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നാം പ്രധാനമായും കണ്ടത്, നാം സംശയനീയമായ കാര്യങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ചില കാര്യങ്ങൾ വ്യക്തമായി പാപമെന്ന് പറഞ്ഞിട്ടില്ലാത്തവ, അതിനെ നാം എങ്ങനെയാണ് കാണേണ്ടത്, അവയോട് എപ്രകാരമാകുന്നു നാം പ്രതികരിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. അതിൽ ഞാൻ പറഞ്ഞു, 3 പ്രധാനപ്പെട്ട കാര്യം തത്വം നാം ഓർത്തിരിക്കണം. അതിൽ ഒന്നാമത്തേതായി ഞാൻ പറഞ്ഞത് ദൃഢവിശ്വാസം, മനസ്സിൽ ഉറപ്പായ ബോധം. നാം റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ചിന്തിക്കുവാൻ ആരംഭിച്ചതായിരുന്നല്ലോ. ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ അഥവാ ദൃഢമായിരിക്കട്ടെ എന്നതാണ് നാം ചിന്തിക്കുകയുണ്ടായത്. മനസ്സിൽ ഉറച്ചിരിക്കട്ടെ എന്നാൽ പൂർണ്ണമായ ഉറച്ച വിശ്വാസം എന്നാണ് അർത്ഥം. താങ്കളുടെ മനസ്സിൽ നിശ്ചയമുണ്ടായിരിക്കുക. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആഹാരകാര്യങ്ങളിൽ നിന്ന് ദിവസത്തെക്കുറിച്ചുള്ള ഉദാഹരണത്തിലേക്ക് കടക്കുന്നു. അതുപോലെ തന്നെ കർത്തൃദിവസം, ആരാധനയ്ക്ക് മാറ്റിവെക്കേണ്ട ദിവസം, അവൻ ആ വിഷയത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ചില ആളുകൾ ഈ കാര്യത്തിൽ നിർബന്ധം പിടിക്കാറുണ്ടല്ലോ. ചിലർ ഞായറാഴ്ച കർത്തൃദിവസമായി ആചരിക്കുന്നു, മറ്റു ചിലർ ശനിയാഴ്ച ദിവസത്തെയാണ് കർത്തൃദിവസമായി അംഗീകരിക്കുന്നത്. ദിവസത്തിലല്ല വ്യത്യാസമുണ്ടായിരിക്കേണ്ടത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. നാം ആചരിക്കുന്ന ആ ആചാരം
നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലാണ് വ്യത്യാസം ഉണ്ടാക്കേണ്ടത്. വിശ്വാസിയിലാണ് വ്യത്യാസം കാണേണ്ടത്. ഏത് പ്രത്യേക ദിവസം എന്നതല്ല പ്രധാനപ്പെട്ട സംഗതി. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് എന്ന്. ഏത് ദിവസമാണ് ആചരിക്കേണ്ടത് എന്ന് നിർബന്ധം പിടിക്കുന്നതിനേക്കാൾ ഓരോ വ്യക്തിയും കർത്താവായ യേശുവിനോട് ഉത്തരവാദിത്തപ്പെട്ടവനാകുന്നു എന്ന കാര്യം മനസ്സിലാക്കുകയാണ് വേണ്ടത്. അവിടുന്നാണ് നമ്മുടെ യജമാനൻ. ഞായറാഴ്ച വളരെ ഭക്തിയോടെ സൂക്ഷിക്കുന്ന ചിലരെ എനിക്കറിയാം. ഞായറാഴ്ച പള്ളിയിലെ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്യരുതെന്ന് ഇവർ ശഠിക്കുന്നു. നല്ല ചിട്ടയുള്ള ആളുകൾ തന്നെയാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ആ ചിട്ട എല്ലാ രംഗത്തും കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു സത്യമാണ്. പൗലോസ് പറയുന്നു, ഓരോരുത്തൻ താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അക്ഷരാർത്ഥത്തിൽ വക്കോളം നിറഞ്ഞ അവസ്ഥ എന്നത്രേ. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തുള്ളി സംശയവും ഇനിയും അതിൽ കൊള്ളാത്ത വിധം മനസ്സും ഹൃദയവും ഇച്ഛാശക്തിയും അങ്ങനെ പൂർണ്ണ വ്യക്തിത്വം അംഗീകരിക്കുന്ന അവസ്ഥ. മനസ്സിലായല്ലോ? പരിമിതി കൂടാതെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു ദൈവപൈതൽ ചെയ്യുവാൻ പാടുള്ളൂ. പകുതി മനസ്സോടെയല്ല, 99% മനസ്സോടെയും അരുതെന്ന്. 100% മനസ്സും ഇട്ടുവേണം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ. അല്പം സംശയം പാടില്ല. പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവത്തിനു വേണ്ടി എന്ത് ചെയ്താലും അത് പൂർണ്ണ ഉത്സാഹത്തോടെ ചെയ്യേണ്ടതാണ്. ചില ആളുകൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമ്പോഴത്തെ മനോഭാവം പാപമാകുന്നു എന്നത്രേ ഞാൻ കരുതുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നെനിക്കറിയാം. ചില ആളുകൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയെങ്കിലും ആ പണി ഒന്ന് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് എന്തെങ്കിലും പണി ചെയ്യുവാനുള്ള ആ വ്യഗ്രത, ആ ചിന്ത, ആ ധൃതി. പലരും ആരാധനയ്ക്കിരിക്കുമ്പോൾ ചിന്ത മറ്റു വല്ലയിടത്തുമായിരിക്കും. ഇങ്ങനൊരു മനോഭാവത്തോടെ പന്തുകളി കാണുവാൻ മനുഷ്യർ പോകുമോ? വള്ളംകളി താങ്കൾ കണ്ടിട്ടുണ്ടോ? അല്ല, ഈ കളികളൊക്കെ കാണുന്നത് പാപമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ കാണരുതേ. കാണുന്നവരെ ഞാൻ വിമർശിക്കുകയില്ല, അതവരുടെ കാര്യം. എനിക്ക് സമയം കിട്ടാത്തതിനാൽ അധികം ഒന്നും കാണാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വള്ളംകളിക്ക് തുഴയുമ്പോൾ പോകുന്നവരുടെ ഉത്സാഹം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ മനസ്സിൽ വീട്ടിലെ കാര്യങ്ങളായിരിക്കുമോ? അപ്പോൾ ഞാൻ കർത്താവിനായി എന്ത് ചെയ്താലും അത് പൂർണ്ണ ഉത്സാഹത്തോടെയാണ് ചെയ്യാറുള്ളത്. ഈ ബൈബിൾ പഠിപ്പിക്കുന്നത് തന്നെ ഇത് ചെയ്യുവാൻ എനിക്ക് വലിയ ഇഷ്ടമായതിനാലാണ്. താങ്കളോടുള്ള സ്നേഹവും അതിനൊരു കാരണം തന്നെ. ബൈബിൾ പഠിപ്പിക്കുന്നത് തീർച്ചയായും താങ്കളോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ്. നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും ഉത്സാഹത്തോടുകൂടെ ചെയ്യേണ്ടതാണ്. ഉത്സാഹവും താൽപര്യവും ഇല്ലാത്തതിനാൽ സഭാകാര്യങ്ങളിൽ മാന്ദ്യം അനുഭവപ്പെടുന്നു. ഒരു വ്യക്തിയുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാൻ ലഭിക്കുന്ന അവസരത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ആ വ്യക്തിയുടെ മറുപടി ഇപ്രകാരമായിരിക്കും: ഓഹോ, എനിക്ക് സമയമില്ല, എന്നാലും മറ്റാരെയും കിട്ടുന്നില്ല എങ്കിൽ ഞാൻ പഠിപ്പിക്കാമെന്ന്. സുഹൃത്തെ, താങ്കൾ ദൈവത്തെ അവഹേളിക്കുകയാണ് വാസ്തവത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. താങ്കൾ അങ്ങനെ പഠിപ്പിക്കേണ്ടതില്ല. ഇന്ന് മിക്കവാറും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ചെയ്യുന്നത് വലിയ സേവനമാണെന്ന് എനിക്കറിയാം. പക്ഷെ പലരും പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോഴത്തെ മനോഭാവം, അതെ സുഹൃത്തെ, താങ്കൾ പണമുണ്ടാക്കുവാൻ ആഴ്ചയുടെ 6 ദിവസം ഓടി നടന്ന് ചെയ്യുന്ന ആ ജോലിയോട് കാണിക്കുന്ന താൽപര്യം, കൂറ് ഞായറാഴ്ചത്തെ പ്രവർത്തനങ്ങളിൽ കാണിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ ആത്മാർത്ഥതയ്ക്കായി പ്രാർത്ഥിക്കുക. ദൈവം തീർച്ചയായും താങ്കൾക്കത് തരും. ഇന്നത്തെ യുവതലമുറ വഷളാണെന്ന് പറയുന്ന സുഹൃത്തെ, താങ്കൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ തെറ്റ് സത്യം അറിഞ്ഞ താങ്കളുടെ ഭാഗത്തല്ലേ? ചില ആളുകൾ സഭാകാര്യങ്ങൾ ചെയ്യുന്നതിനാൽ വാസ്തവത്തിൽ പാപം ചെയ്യുകയാകുന്നു എന്നത്രേ ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആദ്യത്തെ വലിയ പ്രമാണമായി പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തൻ താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ എന്നതാണ്. താങ്കളെ തന്നെ ഒന്ന് സ്വയപരിശോധന ചെയ്യൂ. എന്തെല്ലാമാകുന്നു താങ്കൾ മറയ്ക്കുവാൻ ശ്രമിക്കുന്നത്? അവ ദൈവസന്നിധിയിൽ ഏറ്റുപറയൂ, ഉറപ്പു പ്രാപിക്കൂ. ദൈവം താങ്കളെ അതിനായി സഹായിക്കുവാൻ മതിയായവനാണ്. ഇനിയും ഞാൻ ഈ പറഞ്ഞ പ്രമാണമുണ്ടല്ലോ,
ഉറച്ച മനസ്സ്. വിവാദപരമായ കാര്യങ്ങളിൽ നമുക്കൊന്ന് പ്രയോഗിച്ചു നോക്കാം. പലപ്പോഴും ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, ഇത് ചെയ്യുന്നത് തെറ്റാണോ അത് തെറ്റാണോ എന്നെല്ലാം ചോദിക്കാറുണ്ടല്ലേ. ഓരോരുത്തരും താൻ തന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. പൂർണ്ണ ഉറപ്പോടും ഉത്സാഹത്തോടും കൂടെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ ചെയ്യുക, അല്ലാത്ത പക്ഷം ചെയ്യാതിരിക്കുക. ഒരു വ്യക്തിയുടെ മനസ്സിൽ പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ ഈ വിധത്തിലുള്ള ചോദ്യം ഉന്നയിക്കുകയില്ല എന്നതത്രേ വാസ്തവം. നമ്മെ നയിക്കേണ്ട പ്രമാണം ഇതായിരിക്കട്ടെ. താങ്കളുടെ മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ അത് എന്തായിരുന്നാലും താങ്കളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ്. ചോദ്യം എന്നതുകൊണ്ട് സംശയം. വേറൊരാൾക്കത് തെറ്റായിരിക്കണമെന്നില്ല, എന്നാൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം അത് നിശ്ചയമായും തെറ്റാണ് എന്ന് കണ്ട് മനസ്സാക്ഷിയെ മരവിപ്പിച്ച് ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ വിഷയം നാം തുടർന്ന് പഠിക്കുന്നതാണ്. കർത്താവിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ ദൂരമേ അനുഗമിച്ചു എന്ന കാര്യം താങ്കൾ ഓർക്കുന്നുണ്ടല്ലോ. അന്ന് രാത്രി പത്രോസ് മഹാപുരോഹിതന്റെ ന്യായവിസ്താര സ്ഥലത്ത് പോയി. അവിടെ 3 പ്രാവശ്യം അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ആ രാത്രി ശീമോൻ പത്രോസ് അവിടെ പോകരുതായിരുന്നു എന്നത്രേ എന്റെ ഉറച്ച വിശ്വാസം. അതേസമയം യോഹന്നാനും മഹാപുരോഹിതന്റെ അരമനയിൽ പോയി. എന്നാൽ അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ലല്ലോ. യോഹന്നാൻ അവിടെ പോയത് കുഴപ്പമില്ലാത്ത കാര്യമായിരുന്നു. എന്നാൽ പത്രോസ് പോകരുതായിരുന്നു. അവൻ ഒരു ബലഹീന സഹോദരനായിരുന്നു. എന്നാൽ ഇന്ന് ബലഹീന സഹോദരനാണ് വേർപെട്ട സഹോദരൻ. അത് ഒരുപക്ഷെ താങ്കൾക്ക് അത്ഭുതമുളവാക്കിയേക്കാം. എന്നാൽ ഇത് ചെയ്യുക, ഇന്നത് ചെയ്യരുത് എന്ന ഒരു നിയമവ്യവസ്ഥിതി ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കേണ്ടതാണ്. അവരാണ് വാസ്തവത്തിൽ ബലഹീനർ. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇവിടെ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലൊക്കെ റേഡിയോ ഒരു അപൂർവ വസ്തുവായിരുന്ന സമയത്ത് ഇത് വീട്ടിൽ കയറ്റുന്നത് വലിയ പാപമായി കണ്ടിരുന്ന അനേകം ദൈവമക്കളുണ്ടായിരുന്നു. നല്ല ദൈവമക്കൾ. റേഡിയോ കേൾക്കുന്ന ആൾ വലിയ പാപിയായി കണക്കാക്കിയിരുന്നു. ഇന്ന് ടിവിയെക്കുറിച്ചും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇതൊക്കെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് തെറ്റും ശരിയും കാണേണ്ടത്. സുഹൃത്തെ, തെറ്റ് ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് തെറ്റാകണമെന്നില്ല. ഏതെങ്കിലും ഒരു വാക്യം ബൈബിളിൽ നിന്നും കൂട്ടുപിടിച്ചതിന് ശേഷം വിവാദപരമായ വിഷയങ്ങളിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ എങ്ങനെ ശരിയാകാനാണ്? ഞാൻ പറഞ്ഞു വന്നത്, ഈ റേഡിയോ പ്രചാരമായി വന്ന കാലത്ത് അതിനെതിരെ വളരെ ശക്തമായി സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയെ എനിക്കറിയാം. ഇത് വീട്ടിൽ കയറ്റുന്നവനെല്ലാം നേരെ നരകത്തിൽ പോകും, തല്ലിക്കൊന്നാലും എന്റെ വീട്ടിൽ ഞാനിത് കയറ്റത്തില്ല എന്ന് പറഞ്ഞ് ഈ പ്രിയപ്പെട്ടവന്റെ വീട്ടിൽ ഇന്ന് 1-ലധികം റേഡിയോയും ടിവിയും എല്ലാമുണ്ട്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആള് വിശ്വാസത്തിൽ വളരെ ബലഹീനനാണ്. ശക്തനാണെന്ന ഭാവമുണ്ട്, എന്നാൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരിക്കലും സ്വസ്ഥതയില്ല. മക്കളൊന്നും അപ്പന്റെ ഭക്തിയെ അംഗീകരിക്കുന്നില്ല. ആരും ദൈവഭാഗത്ത് വന്നിട്ടുമില്ല. താങ്കൾ തന്നെ ചിന്തിക്കും, ഈ പറഞ്ഞതല്ലേ ശരി? ഉറച്ച വിശ്വാസമുള്ള ആൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. തന്റെ വിശുദ്ധിക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. പാപത്തിൽ കിടന്നുരുണ്ടിട്ടല്ല. പിന്നെയോ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുന്ന മനോഭാവമുണ്ടായപ്പോൾ അത് ജീവിതത്തിൽ പ്രയോജനമുള്ള ഒരു വസ്തുവായി തീർന്നു. ഒരു വിശ്വാസി ചില ഉല്ലാസങ്ങളിൽ പങ്കെടുക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ചിലർ ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെ അതിൽ പങ്കെടുക്കുകയും അതേസമയം യേശുക്രിസ്തുവിനോട് സജീവമായ ബന്ധം പുലർത്തുകയും ചെയ്യുവാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അവന് തെറ്റായിരിക്കില്ല. യേശുക്രിസ്തുവിനെയും കൊണ്ട് നിങ്ങൾക്ക് എവിടെയെല്ലാം പോകാമോ അവിടെ പോകുന്നതിൽ തെറ്റില്ല കേട്ടോ. ചില യുവജനങ്ങൾ ചോദിക്കാറുണ്ട്, ദൈവമക്കൾ സിനിമയ്ക്ക് പോകുന്നത് തെറ്റാണോ? ഇന്ന് പിന്നെ അങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ, വീട്ടിലിരുന്ന് എത്ര വേണമെങ്കിലും കാണാമല്ലോ.
അതൊരു വിനോദം എന്നല്ലേ ഉള്ളൂ. മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കുകയും ചെയ്യാം എന്നത്രേ ആ ചോദിക്കുന്നവരുടെ വാദം. അതൊക്കെ അഭിനയം അല്ലാതെ എന്താ എന്ന് പറയുന്നു നല്ലൊരു മാധ്യമം. ഈ വാദങ്ങളെല്ലാം ശരിയുമാണ്. വളരെ നല്ല ചലച്ചിത്രങ്ങൾ ഉണ്ടെന്നുള്ളതിൽ ഒട്ടും സംശയമില്ല. സത്യസന്ധമായി ഈ മാധ്യമത്തെ ഉപയോഗിക്കുന്നവരുണ്ട്. അതിന്റെ ഗുണങ്ങൾ വിവരിക്കുന്ന താങ്കൾ അതിന്റെ ദോഷവശങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കൂ. അതിനേക്കാൾ വലിയ വേറൊരു പ്രശ്നമുണ്ട്. ഒരു ഉദാഹരണത്തോടെ ഞാനിത് വിവരിക്കാം. ഒരു അച്ഛന്റെ അടുത്തൊരു യുവാവ് ചെന്ന് ചോദിച്ചു, അച്ചോ, ഒരു ദൈവപൈതൽ സിനിമയ്ക്ക് പോകുന്നതിൽ എന്താണ് തെറ്റ്? അച്ഛൻ പറഞ്ഞു, കുഞ്ഞെ, യേശുവിനെ കൂടി കൊണ്ടുപോകാവുന്ന ഏത് സ്ഥലത്തും പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അത്രയുള്ളോ? ഇവിടെയും എനിക്ക് യേശുവിന്റെ സാക്ഷിയാകാം. ഈ പറഞ്ഞ യുവാവ് അടുത്ത ദിവസം തന്നെ സിനിമയ്ക്ക് പോയി. കയറിയിരുന്നപ്പോൾ തന്നെ അടുത്തിരുന്ന വ്യക്തിയെ പരിചയപ്പെട്ടു. ആ ആളിനോട് ചോദിച്ചു, താങ്കൾ ഒരു ദൈവ പൈതലായി തീർന്നിട്ടുണ്ടോ? അത് കേട്ട ആ മനുഷ്യൻ ആകെ പകച്ചു നിന്നു. എന്തൊരു ചോദ്യം! അയാൾ തിരികെ ചോദിച്ചു, ഈ പറയുന്ന നിങ്ങളൊരു വിശ്വാസിയാണോ? അപ്പോൾ നമ്മുടെ യുവാവ് ധൈര്യമായി മറുപടി പറഞ്ഞു, അതെ, ഞാനൊരു ദൈവ പൈതലാണ്. അടുത്ത ചോദ്യം, എന്തൊരു നാണം കെട്ട ഒരു ദൈവ പൈതലാണ് നിങ്ങൾ. നിങ്ങൾക്കിവിടെ എന്താണ് കാര്യം? ആ യുവാവ് വീട്ടിൽ തിരികെ എത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു, യേശു എന്റെ കൂടെ വന്നിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവന് അവിടെ വരുവാൻ സാധ്യമല്ല എന്ന് ഞാൻ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയെന്ന്. എത്ര വാസ്തവമാണ് സുഹൃത്തെ! അനേകരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. 6-ാം വാക്യത്തിൽ നാം കാണുന്നു, ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. ദിവസം കർത്താവിനായി ആചരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മാംസം തിന്നുന്നവൻ അവന്റെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഭക്ഷണത്തിന് മേശപ്പുറത്ത് എന്തുണ്ട് എന്നുള്ളതല്ല, ഹൃദയത്തിൽ എന്തുണ്ട് എന്നതാണ് ദൈവം നോക്കുന്നത്. ഒരു വ്യക്തിയുടെ ഹൃദയനിലയാണ് അവന്റെ ക്രിസ്തീയ സ്വഭാവത്തെ നയിക്കുന്നത്. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിന് ഉള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ ബാധിക്കുന്നതാണ് എന്നതിന് തെളിവായി ഈ വാക്യം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ആ ചിന്തയല്ല ഇവിടെയുള്ളത്. ദൈവമക്കൾ എന്ന നിലയിൽ ക്രിസ്തുവിനെ കൂടാതെ അവനിൽ നിന്നകന്ന് നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. താങ്കൾ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കേണ്ടതാണ്, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കേണ്ടതാണ്. ഭക്ഷണപദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ അളക്കുന്നത്. പിന്നെയോ ക്രിസ്തുവിനോട് നമുക്കുള്ള ബന്ധമാണ് അതിനുള്ള മാനദണ്ഡമായിരിക്കുന്നത്. അതത്ര ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഒരിക്കൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് നാം വായിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. താങ്കളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അന്ന് ഒരു ചോദ്യമായിരിക്കേയില്ല കേട്ടോ. എന്നാൽ താങ്കൾക്ക് ക്രിസ്തുവിനോട് എപ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നതായിരിക്കും ചോദ്യം. മാംസം തിന്നാതെ തന്നെ താങ്കൾക്ക് ദൈവമില്ലാത്തവനായിരിക്കുവാൻ കഴിയും. അതേസമയം മാംസം ഭക്ഷിച്ചുകൊണ്ടും താങ്കൾക്ക് ദൈവമില്ലാത്തവനായിരിക്കുവാൻ കഴിയും എന്നത്രേ വാസ്തവം. ജീവനുള്ളതിന്റെയും മരിച്ചവരുടെയും മേൽ കർത്തൃത്വം നടത്തുന്നതിന് ക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും അവന് ആധാരമായിരിക്കുന്നു. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കേ. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ മനുഷ്യനും ഒരു ദിവസം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
താങ്കൾ സഹോദരനെ വിധിക്കുന്നത് എന്ത്? വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൂടി വന്ന പരീശന്മാരോട് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. അതെ, പാപത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നില്ല കർത്താവ് ചെയ്തത്. ആ ദിവസം ഒരൊറ്റ വ്യക്തി പോലും അവളെ കല്ലെറിഞ്ഞില്ല. നാം ദൈവം മുൻപാകെ നമ്മുടെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതത്രേ. ചില കാര്യങ്ങൾ എങ്ങനെ ദൈവത്തോട് പോയി പറയും എന്ന കാര്യം എന്നെ ആകുലചിത്തനാക്കുന്നു. അതുകൊണ്ട് താങ്കളെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. ദൈവം എനിക്ക് തന്നിട്ടുള്ള സാഹചര്യങ്ങളെ ദൈവനാമ മഹത്വത്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ള ബോധത്തോടെ ഞാൻ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പൗലോസ് എത്ര കൃത്യമായും വ്യക്തമായിട്ടുമാണ് ചോദിക്കുന്നത്, നീ സഹോദരനെ വിധിക്കുവാൻ നിനക്കെന്താണ് യോഗ്യതയുള്ളത്? സഹോദരനെ ധിക്കരിക്കുവാൻ നിനക്ക് എന്ത് സ്ഥാനമാണുള്ളത്? താങ്കളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? അതോ ഇന്നും മറ്റുള്ളവരുടെ കുറ്റം പെരുപ്പിച്ചു കാണിക്കുകയും അതേ തെറ്റ് എന്നിലുള്ളപ്പോൾ അതിനെ കണ്ണടച്ച് ഞാൻ മുൻപോട്ട് പോവുകയും ചെയ്യുന്ന മനോഭാവമാണോ ഉള്ളത്? നമ്മുടെ സ്വന്തം ജീവിതത്തെ അത് താറുമാറാക്കും എന്ന കാര്യം മറന്നു പോകരുത്. മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം വിധിക്കുന്ന അതേ വിധിയാൽ നമുക്കും കിട്ടും എന്നോർക്കണം. പേടിച്ചിട്ടല്ല, എന്നാൽ സത്യസന്ധമായി ദൈവവചനപ്രകാരം മറ്റുള്ളവരെ കാണുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഈ പഠനം നിങ്ങൾ ശ്രദ്ധിക്കുവാൻ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം നന്ദി. ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ ദൈവകൃപ നിങ്ങളുടെ മേൽ ദൈവം ചുരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നാം കാണുന്നത് വരെ ദൈവസാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.